ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റെസിസ്റ്റൻറ്റ് ബ്രേക്കൗട്ട് എന്നുള്ളതാണ്. റെസിസ്റ്റൻസ് എന്നുള്ളത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻറ്റ് ഒരു റൂഫ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. പ്രൈസ് മുകളിലേക്ക് പോകുന്ന സമയത്ത് പ്രൈസ് മുകളിലേക്ക് ഒന്നിൽ കൂടുതൽ തവണ പോകാൻ ശ്രമിക്കും. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ സെല്ലേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളത്. പക്ഷേ ഒരു സമയമാകുന്ന സമയത്ത് ബയ്യേഴ്സിൻ്റെ പ്രഷർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻറ്റ് ബ്രേക്കൗട്ട് ആവും. ഇതുപോലെ ബ്രേക്കൗട്ട് ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ റെസിസ്റ്റൻറ്റ് ബ്രേക്കൗട്ട് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ 3 സെനാരിയോസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രൈസ് അപ്രോച്ച് റെസിസ്റ്റൻസ്, പ്രൈസ് ബ്രേക്സ് ആൻഡ് പ്രൈസ് ഗോസ് അപ്പ്. ഫസ്റ്റ് സെനാരിയോ മാർക്കറ്റിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ തവണ പ്രൈസ് ആ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പുൾ ബാക്കിലേക്ക് കൊണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതൽ. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, അതിനുശേഷം അതേ പോയിന്റ് റീടെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും ബയ്യേഴ്സ് എൻ്റർ ചെയ്യുന്നു, വീണ്ടും സെല്ലേഴ്സ് ചെയ്യുന്നു, വീണ്ടും ബയ്യേഴ്സ് എൻ്റർ ചെയ്യുന്നു, വീണ്ടും ഇവിടെ ബ്രേക്കൗട്ട് ഉണ്ടായില്ല എങ്കിൽ വീണ്ടും ഒരു ഡൗൺഫോൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. രണ്ടാമത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ബ്രേക്ക്. വെൻ ദി ബയ്യേഴ്സ് പ്രഷർ ഈസ് സ്ട്രോങ്, ബയ്യേഴ്സിൻ്റെ പ്രഷർ സ്ട്രോങ് ആണ് എങ്കിൽ റെസിസ്റ്റൻസ് ഇതുപോലൊരു വോളിയമുള്ള ക്യാൻഡിൽ വെച്ച് ബ്രേക്കൗട്ട് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് റെസിസ്റ്റൻറ്റ് ബ്രേക്കൗട്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സെനാരിയോ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോസ് അപ്പ്. ഇതുപോലെ റീടെസ്റ്റ് ചെയ്യാൻ മാർക്കറ്റ് നിൽക്കത്തില്ല. ഒരു ബ്രേക്കൗട്ടിന് ശേഷം വീണ്ടും ഒരു ഹ്യൂജ് അപ്സൈഡിലേക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത്. മാർക്കറ്റ് ഇതുപോലെ റെസിസ്റ്റൻറ്റ് പോയിന്റിൽ വന്നു, അതിനുശേഷം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു വീണ്ടും ഒരു അപ്സൈഡിലേക്കായിരിക്കും പോകുന്നത്. ഇതുപോലെ മാർക്കറ്റ് പോയിന്റിലെത്തി വീണ്ടും ഒരു റീടെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ബ്രേക്കൗട്ട് ചെയ്യാത്ത സെനാരിയോ ആണ് പ്രൈസ് ഗോസപ്പ് എന്ന് പറയുന്ന സെനാരിയോയിൽ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ വൈസ് പ്രൈസ് ഗോസപ്പ് ആഫ്റ്റർ ദി ബ്രേക്ക്. ബ്രേക്കൗട്ടിന് ശേഷം എന്തുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ സെല്ലേഴ്സിൻ്റെ കയ്യിലായിരുന്നു മാർക്കറ്റിൻ്റെ കൺട്രോൾ. അത് നേരെ ബയ്യേഴ്സിൻ്റെ കയ്യിലേക്ക് വന്നു. അന്നേരം ബയ്യേഴ്സിന് കൺട്രോൾ കിട്ടി. അന്നേരം ഇവിടെ എന്തോ ഓഫ്കോഴ്സ് സെല്ലേഴ്സ് വീക്ക് ആവുകയും ചെയ്യും. ഇവിടെ സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഹിറ്റ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിൽ സെല്ലേഴ്സ് വിചാരിക്കുന്നു മാർക്കറ്റ് താഴേക്ക് പോകുന്നു. അന്നേരം ഈ ഒരു പോയിന്റ് അവർ എസ് എൽ കീപ്പ് ചെയ്യും. അന്നേരം പ്രൈസ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും മുകളിലേക്ക് പോകുന്നത്. പ്രൈസ് ഗോസ് ടു ദ നെക്സ്റ്റ് റെസിസ്റ്റൻസ്. എപ്പോഴും മാർക്കറ്റ് അടുത്ത റെസിസ്റ്റൻറ്റിലേക്കായിരിക്കും പോകുന്നത്. മാർക്കറ്റ് ഇതുപോലെ ഓപ്പണായി ഇവിടെ ഒരു ബ്രേക്കൗട്ട് സംഭവിച്ചു, വീണ്ടും അടുത്ത റെസിസ്റ്റൻറ്റ് പോയിന്റ് ഏതാണെന്നുള്ളതായിരിക്കും അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് അടുത്ത റെസിസ്റ്റൻറ്റിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്. ഇതാണ് ബ്രേക്കൗട്ട് എന്നുള്ളത്, റെസിസ്റ്റൻറ്റ് ബ്രേക്കൗട്ട് എന്നുള്ളത്.